എനിക്കൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ഭയപ്പെടേണ്ടതില്ല. തല്ലുകൊണ്ടിട്ടും RSS ആണെന്ന് പറയാൻ മടി കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. RSS എന്നൊരു വാക്ക് ഇവിടെ പറഞ്ഞില്ല. എന്തിനങ്ങനെ മടിക്കുന്നു? RSSനെ RSS തന്നെ പറയട്ടെ. BJP-ക്കാരുടെ തലതൊട്ടപ്പൻ അമിത്ഷാ സർക്കാരിനെ വലിച്ചക്ക് താഴെയിട്ട് കളിയുന്നതാണ്. അതൊക്കെ അങ്ങ് ഗുജറാത്തിലും മറ്റും പ്രയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുത്ത് കൈയാടാൻ പറ്റുന്ന ഒരു സാധനമല്ല കേരളത്തിലെ ഗവൺമെന്റ് എന്ന് പറയുന്നത്. പിണറായി വിജയൻ എന്ന ഞാൻ ഒരു ദിവസം രാവിലെ പെട്ടെന്ന് മുഖ്യമന്ത്രി കസേരയിൽ ആകാശത്തുനിന്ന് പൊട്ടി വീണ് ഇരുന്നയാളല്ല. നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നുപോയിട്ടുണ്ട്. മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ ചന്ദ്രന് എന്നെ തടയാനാകില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് ആ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട. പ്രധാനമന്ത്രിയെ കാണുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നതിനേക്കാൾ ഉപരി RSS ഉയർത്തുന്ന വർഗീയതയുടെ സംരക്ഷകനും വക്താവുമായിട്ടാണ്. കേരളത്തെ അപമാനിക്കാൻ പുറപ്പെടുന്നത് മാന്യതയല്ല. ആ സ്ഥാനത്തിരിക്കുമ്പോൾ ആ മാന്യത പുലർത്താനുള്ള ആർജവം കാണിക്കണം എന്നാണ് മോദിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അനുമതി വരാതിരിക്കില്ലല്ലോ. കാരണം നേരിട്ട് വർത്തമാനം പറഞ്ഞ കാര്യങ്ങളെ നമ്മളെല്ലാം എപ്പോഴും വാക്കിലാണല്ലോ വലിയ വില കാണുന്നത്. അപ്പൊ അന്ന് ഞങ്ങളോട് ചേർന്ന് ചോദിച്ചു, നിങ്ങളൊരു ഗവൺമെന്റ് നിലക്ക് നടപ്പാക്കൂല എന്നെങ്ങനെയാണ് പറയുന്നത്? നടപ്പാക്കാതിരിക്കാൻ പറ്റും. നമ്മളോട് നടപ്പാക്കൂല എന്ന് പറഞ്ഞാൽ നടപ്പാക്കൂല എന്ന് തന്നെയാണ്.